അടിപൊളി നോക്കുന്നില്ല നമ്മളിപ്പോ. ഇത് നമ്മുടെ ഇതിനടിയിലിരിക്കുന്ന പെട്ടി എന്ന് പറയുന്നത് തേനീച്ച അവർക്ക് കഴിക്കാനുള്ള ആഹാരം. ഇത് തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് വിടുക. പിന്നെ ഇതിന്റെ റാണി മുട്ടയിടും. പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മുട്ടയിടുക. മുട്ട വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളുള്ള ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ പെട്ടി എന്ന് പറയുന്നത്. അതിനകത്ത് തേൻ നമ്മൾ എടുക്കാറില്ല, ഉപയോഗിക്കാൻ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എടുക്കത്തില്ല. കാരണം ഇവർക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു കുറഞ്ഞതൊരു 15,000 ഈച്ചെങ്കിലും കുറഞ്ഞത് കാണും. കണ്ടോ, കുത്തുന്നുണ്ടോ? കണ്ടോ? അപ്പം 15,000 ഈച്ചെങ്കിലും കുറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ആഹാരമാണ് ഇതിനകത്ത് വെക്കുന്നത്. ഇതിന് നമ്മൾ സൂപ്പർ എന്ന് പറയും. അപ്പം ആ സൂപ്പറിനകത്തുനിന്നാണ് നമ്മളിപ്പം തേൻ എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇപ്പോൾ ഈച്ച വെക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡ് ഐക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നിവിടെ ഒരു തേനീച്ച വിളവെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. എവിടെ വീട് എവിടെ? എത്ര ബോക്സ് ഉണ്ടായിരുന്നു? അല്ല, നേരത്തെ കൂടുതലുണ്ടായിരുന്നു. 36. ആദ്യം ക്യാമറ അടക്കം പറഞ്ഞാലോ. ഈ വീട്ടിൽ 35ഓളം പെട്ടികളിലാണ് തേനീച്ച വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് തേനീച്ച വളർത്തലും തേൻ വിളവെടുപ്പും. യാതൊരു മായവുമില്ലാത്ത നല്ല ശുദ്ധമായ വൻതേനും ചെറുതേനും ഈ ഹണിബി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ അവരുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക. വിദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡറുകളാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ തേൻ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ തേനീച്ച കർഷകർക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നെടുങ്കുന്നം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരും. അപ്പം നമുക്ക് വിളവെടുപ്പ് കാഴ്ചകളും ഉദ്ഘാടന കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം. ഈ കട്ട ബൈൻഡിലില്ല, കാർഡ്ബോർഡിന്റെ കഷ്ണം അതിനകത്ത് പൊതിഞ്ഞാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇതുപോലെ പോയത്. കത്തി തീരെയില്ല. 2 മണിക്കൂർ സമയം നിൽക്കുന്നത്. ഈ 5-6 പെട്ടി എടുക്കുന്ന വരെ ഇത് പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മുടെ മുഖത്തെല്ലാം കുറ്റിയെങ്കിൽ ആണി ചെയ്ത് നോക്കി ഇങ്ങനെ ഊരിയെടുക്കും. അന്നേരം നമുക്കതാ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ എടുക്കാൻ വേണ്ടി
ആ സാധനം എനിക്ക് ഇതിനു വേണ്ടി വേണ്ട, ഇത് പുതിയതാണ്. നമ്മുടെ കാർഡ്ബോർഡിന്റെ കഷ്ണം അതിൻ്റെ അകത്തോട്ട് ചകിരി പൊടിഞ്ഞ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചേക്കും. അതാ അധികം വെട്ടാന്നും കയറുന്നില്ല. ഇനിയിപ്പോൾ ഇതുവഴി മാത്രമേ കയറുള്ളൂ. അവർക്ക് അല്ല ഇതുവഴി പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഇത് എല്ലാത്തിൻ്റെ അകത്തും കണ്ണാടി ഉണ്ടോ ഇങ്ങനെ മേടിക്കുന്ന? എല്ലാത്തിനും ഇതുണ്ട് ഉണ്ടോ അല്ലേ? അതിനെ നമുക്ക് കുത്തിയാൽ നമുക്ക് അതിന്റെ ആണി എടുക്കാൻ വേണ്ടി മുഖത്തൊക്കെ കുത്തി നമുക്ക് ആണി എടുക്കണ്ടേ, അതിനുവേണ്ടിയാ. അതിനുവേണ്ടി കണ്ണാടി കുത്തി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആണി എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ കുത്തി എടുത്ത് കളയാൻ പറ്റും. അതിന് വേണ്ടി സംവിധാനം ചെയ്തു. ആണിന്നും കൊല്ലിന്നും ഒക്കെ പറയും. അല്ലാതെ ഇതിന് ഇത് വേറെ പ്രശ്നം ശ്വാസം നമുക്ക് അതിന് വേണ്ടി എന്നാ വിശ്വാസത്ത് ഈ ചിലത്തൊക്കെ പണിക്ക് പോകുമ്പോഴേ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പൊ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അവരോട് അതൊന്ന് എടുക്കാൻ പറയാൻ. ഇതാകുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ നോക്കി ഇതാണ്ട് ഇങ്ങനെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അത് ശരിയാ. വണ്ടി എത്തി. ഇന്നിവിടെ മാത്രമേ എടുക്കുന്നുള്ളൂ അതോ അവിടെ മാത്രമാണ്? നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ പണിക്കും ഇവിടുന്നല്ലേ? കുത്തി കുത്തി എവിടെയാ കുത്തി? അത് ശരിക്കും അല്ലേ ഇപ്പൊ 3-4 വട്ടം കിട്ടി. അടുത്തതന്നെ അതിന്റെ ആ മണമാ പ്രശ്നം. ഈ മണം ഉള്ളതുകൊണ്ട് പിന്നെയും വന്ന് കുത്തി. ഇതാണ് ആണി. കുഞ്ഞൊരിത് സൂചി പോലെ. എല്ലാരും ഇങ്ങനെ അടുത്ത് ബാൽക്കണി ആള് വേണം, അവിടെ ചെല്ലും മതി. ഇപ്പൊ ബാൽക്കണി അല്ല ഇവിടെ കഴി. നമ്മുടെ നെടുങ്കുന്നം പഞ്ചായത്ത് തലത്തിലുള്ള ഹണീബി നെടുങ്കുന്നം ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ 2025 തേനെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തേനെടുക്കുന്ന പരിപാടി, അതിന് ശേഷമാണ് നമ്മുടെ മീറ്റിംഗ്. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ തേനെടുക്കുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റാണ് ചെയ്യേണ്ടത്. അപ്പം തേനെ എടുത്ത് നമ്മൾ അതിൻ്റെ കർഷകർ തേനെടുത്ത് തരും. തന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. നോക്കാം, ഇവിടെ നോക്കട്ടെ. സാറേ അപ്പുറം നിൽക്കണം. ഇല്ല ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ലല്ലേ. അടപ്പന്നാ തുറന്നു. അടിപ്പട്ടി നോക്കുന്നില്ല നമ്മളിപ്പോ. ഇത് നമ്മളെ ഇതിനടിയിലിരിക്കുന്ന പെട്ടി എന്ന് പറയുന്നത്
തേനീച്ച അവർക്ക് കഴിക്കാനുള്ള ആഹാരം ഇത് തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് വെക്കുക. പിന്നെ ഇതിന്റെ റാണി മുട്ടയിടും. പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മുട്ടയിടുക, മുട്ട വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളുണ്ടാകും. ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ പെട്ടി എന്ന് പറയുന്നത്. അതിനകത്ത് തേൻ നമ്മൾ എടുക്കാറില്ല, ഉപയോഗിക്കാൻ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എടുക്കത്തില്ല. കാരണം ഇവർക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു കുറഞ്ഞതൊരു 15,000 ഈച്ചെങ്കിലും കുറഞ്ഞത് കാണും. കണ്ടോ, കുത്തുന്നുണ്ടോ? കണ്ടോ? അപ്പം 15,000 ഈച്ചെങ്കിലും കുറഞ്ഞത്. അപ്പം അവർക്ക് അത്രയും പേർക്കുള്ള ആഹാരമാണ് ഇതിനകത്ത് വെക്കുന്നത്. ഇതിനകത്ത് ഇതിന് നമ്മൾ സൂപ്പർ എന്ന് പറയും. അപ്പം ആ സൂപ്പറിനകത്തുനിന്നാണ് നമ്മളിപ്പോൾ തേൻ എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇപ്പോൾ ഈച്ച കുത്തുന്നുണ്ട്. ഇനി ആ കുത്തുന്ന ഇത് ചത്തു പോവുകയാണ്. കുത്തി അതിന്റെ കുത്തി കഴിയുമ്പോൾ വല്ലാതെ വിടാം. അത് തിരിച്ചു വിടാം. കുടഞ്ഞ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. ഒരാൾ ചെപ്പിക്കോ, അത് ചെപ്പ. ലൈറ്റർ മാറ്റിയൊക്കെ അത് നല്ലപോലെ സീൽ ചെയ്തായിരുന്നു. ഇത് അത്രയും സീലിംഗ് ഇതുവരെ വന്നിട്ടില്ല. സീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ജലാംശം ഏറ്റവും കുറച്ച് കഴിയുമ്പോഴാണ് സീൽ ചെയ്യുന്നത്. നിറച്ചിട്ട് ഇതുപോലെ തേൻ നിറച്ചിട്ടാണ് ഇത് സീൽ ചെയ്യുന്നത്. പ്രശ്നം തന്നെ ഇങ്ങോട്ട് വാ, ഉദ്ഘാടനം ആ പ്രസിഡന്റ് കയ്യിലോട്ട് ആടെ എടുത്ത് കൊടുത്തു. പ്രസിഡന്റിനോട് ഫോണൊക്കെ എടുത്ത് ജോയ് ഇങ്ങോട്ട് വാ. സാറ് ഇവിടെ അനിൽ സാറേ, കറക്കല്ലേ അൻസാറെന്തി രണ്ട് സൈഡിലും വെച്ചിട്ട് അച്ഛൻ രണ്ടെണ്ണം വെച്ച് നമ്മൾ നേരെ അപ്പൊ നമ്മള് വേണ്ട. ആ ഒരു സൈഡില് പോയിട്ടില്ല, കറക്റ്റ് ശരിയായില്ല. കുഴപ്പമില്ല. അങ്ങോട്ട് തള്ളി ആ ഒരു സൈഡില് ഇതിനകത്ത് മുഴുവൻ പോയി. ഇതിനകത്ത് പോയില്ല. വെച്ചു നല്ല സ്പിരിഡായിരുന്നു. ഇതെടുത്താണോ ഈ ഇതിൻ്റെ? അല്ലേ, ഇതെത്താനുള്ളതാണ്. അല്ല, ഇത് മറ്റേ മെഷീൻ വഴി അങ്ങനെ പോയില്ലോ മൊത്തം? മെഷീനെ വെച്ചില്ല. ആ അത് വെച്ചത് ഇനി ഇത് വെക്കാനുള്ള. ഇതിനകത്താനുള്ള അല്ലേ? ഇത് കഴിയുമ്പോൾ ഇതുപോലും ഇതായിട്ട് കിട്ടും, ഒന്നുമില്ലാതെ.
ഇതിനകത്ത് ഈ വെള്ളമയം എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം റാണിയൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. ഉണ്ടുണ്ട്. ഇതുപോലെ അറിയാതെ അല്ലേ? അതിന്റെ അടിയിലത്തെ നമ്മൾ എടുക്കുന്നില്ല. എന്നുവെച്ചാലേ ഇവർക്ക് വേണ്ടി സംഭരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. തേനീച്ചയ്ക്ക് വേണ്ടി തന്നെ സംഭരിച്ചിരിക്കുന്നത് അല്ലേ? അതങ്ങളെ കഴിക്കുന്നതാ. അതിൻ്റെ അകത്താണ് ഈ റാണി. ഇതിനകത്ത് കണ്ടോ ഒറ്റ ഒരു ഈച്ചയുടെ മുട്ട പോലും ഇല്ല. അതെ അതെ ശരിയാ. മറ്റേന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഈച്ചയുടെ മുട്ടയാണ്. മെക്കാനിക്കൽ കംപ്ലൈന്റ് ഉണ്ടോ? അതെടുത്ത് സാറ്, വാർഡ് മെമ്പർ, ജോ മെമ്പർ, സാറ് നമ്മുടെ ഇവിടെ പങ്കെടുക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് ഹണി ഗ്രൂപ്പിൻ്റെ പേരിൽ സ്വാഗതം പറയാനും ഇതിനോടൊപ്പം പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ തേനീച്ചയുടെ നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ഒരു ചെറിയ ജീവിയാണ് നമുക്ക് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സമതുലന നമ്മൾ മാക്സിമം ആ ഒരു ജീവിയോട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. ആ ജീവി ചെയ്യുന്ന സേവനത്തെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്നതാണെന്നുള്ള ബോധ്യത്തോടുകൂടി മാത്രം നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിന് ബദലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ മരുന്നടിക്കുമ്പോൾ അതുപോലെ പ്രകൃതിയിലുള്ള നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ ഐക്കുളം ഹണിലാൻഡിൽ നെടുങ്കുന്നം ഹണി ബി ഗ്രൂപ്പിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ ഈ വർഷത്തെ തേൻ വിളവെടുപ്പ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN ഗോപകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ തേൻ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തേൻ വിതരണം വാർഡ് മെമ്പർ ജോ ജോസഫും തേൻ ഉൽപ്പന്നങ്ങൾ കൃഷി ഓഫീസർ അനിൽ സെബാസ്റ്റ്യനും വിതരണം ചെയ്തു. ചാസ് ഖാദി കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ തേനീച്ച പരിശീലനത്തിന് സർട്ടിഫിക്കറ്റ് വിതരണം ഖാദി ഗ്രാമോദ്योग വിദ്യാലയം പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ബിജു സെബാസ്റ്റ്യൻ കണ്ണാടിപ്പാറ നിർവഹിച്ചു. ചാസ് ഖാദി ജനറൽ മാനേജർ ജോൺ സക്കറിയ, വാർഡ് മെമ്പർ KN ശശീന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ലൈല കുമാരി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഹണി ബി ഗ്രൂപ്പ് ചെയർമാൻ മറിയാമ്മ KB സ്വാഗതവും ഗ്രൂപ്പ് അംഗം ചാക്കോ ആന്റണി കൃതജ്ഞതയും രേഖപ്പെടുത്തി. കൺവീനർ ബിജോയ് K ജോൺ, ഗ്രൂപ്പ് അംഗങ്ങളായ TR ഉണ്ണികൃഷ്ണൻ, രാജൻ K ചെറിയാൻ, ബിനോജ് മാത്യു, ബിജു KB, ബൈജു ബാബു എന്നിവർ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പ്രോജക്റ്റ് വെച്ചു തുടർച്ചയായി വെക്കാൻ സാധിക്കാതെ വന്നുകൊണ്ട് ഈ വർഷം കർഷകരുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ ചെറുതേൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുമായി നെടുങ്കുന്നത്തിൻ്റെ ഒരു വലിയ ഇതായിട്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. 3 വർഷം കൊണ്ട് നമുക്ക് വിവിധ മേഖലകളിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെടുങ്കുന്നത്ത് ഇപ്പം തേന് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരാൾ പോലും കാണുന്നില്ല. എന്തായാലും മഹോത്സവ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി 1986 മുതൽ ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ഖാദി ഗ്രാമോദ്योग വിദ്യാലയം. മറിയാമ്മ KB. സാറേ ഒന്ന് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ നമ്മുടെ ഈ നെടുങ്കുന്നം കൃഷിഭവനിലെ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്? ആണ്. അവിടെ വെച്ച് നടന്ന 3 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഖാദി കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞല്ലോ. ഖാദി ഗ്രാമോദ്योग വിദ്യാലയത്തിന്റെ കീഴിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്.
ഇതിന് ഒത്തിരി നമുക്ക് ഇതിന് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ബാങ്കുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് PMEGP ലോണൊക്കെ എടുത്തുകൊണ്ട് 35% സബ്സിഡിയോടുകൂടി നമുക്കൊരു ഇപ്പോൾ 50 ലക്ഷം രൂപ ലിമിറ്റ്. ഗതമെടുത്തിൽ നമുക്ക് 5-10 ഒക്കെ എടുത്ത് ഇതിന് പെട്ടികളുടെ എണ്ണമൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും. അതിന് സബ്സിഡി ഉണ്ട്. അതിന് ട്രെയിനിങ്ങിനൊക്കെ പറഞ്ഞാണല്ലോ അവിടെ അല്ലേ? അതൊക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദമായ ക്ലാസ് വിശദമായ അന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനായിട്ട് ബാങ്ക് ക്ഷണിക്കുകയാണ്. ഡൊമിനിക് കെ ജോസഫ്, ബിനോയ് കെ ജോൺ, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നവർ ഇവിടെ സൈൻ ചെയ്യുന്നതാണ്. പാസ് ചെയ്തു കേട്ടോ. മാത്യു ടി ജെ, വിനോജ് തോമസ്, ജോൺസൺ മാത്യു. ജോൺസൺ മാത്യു ഉണ്ടോ? സിനോജ് വി, പ്രജിത് കുമാർ, സിബിച്ചൻ തോമസ്, സിസിലിയാമ, ബിജോ ചാക്ക്, KV രജി കുമാർ, സുസമ്മ ജോസഫ്, വിജയകുമാർ, ബൈജു ബാബു, ശ്യാമ വർഗീസ്. കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജകുമാര രവീന്ദ്രൻ അവർ, വർഗീസ് അച്ഛൻ, ജോൺ സാറ്, മറിയാമ്മ ചേച്ചി, അതുപോലെ തന്നെയാണ് തേനീച്ചയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു നെടുകുന്ന ഹണി ബീ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പം ആ തേനീച്ച എങ്ങനെയാണോ അതിനോട് ഇടപെട്ട് അതിന്റെ ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രൂപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമേ ഒരു പ്രാരംഭ ദശയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഫേസ് പാക്കുമാണ്, തേൻ കൊണ്ട് നിർമ്മിച്ച സോപ്പ്. ഫേസ് പാക്കിന് 100 രൂപയും ഇതിന് 50 രൂപ. വാസ്തവത്തിൽ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മുടെ ഈ ഒരു കോട്ടയം ജില്ലയിൽ തന്നെ ഇങ്ങനൊരു പഞ്ചായത്ത് നടക്കുന്ന പഞ്ചായത്തിൽ വേറെ ഒരു പഞ്ചായത്തിലും ഇത്രയും നല്ലൊരു ഹണി ഗ്രൂപ്പ് വേറെ എങ്ങും കണ്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ ഇത്രയൊരു കോർഡിനേഷനോടുകൂടി പഞ്ചായത്തും കൃഷി ഓഫീസറും എല്ലാം ചേർന്നുകൊണ്ട് ഇത്രയും നല്ലൊരു പരിപാടി ഞങ്ങളുടെ ഈ ഖാദി വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇതുതന്നെ മുന്നിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ ദീർഘകാലമായി ഈ ചാസിലെ Wow.